Hello Makli, അപ്പോൾ എല്ലാവരും ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് ട്രയൽ അലോട്ട്മെന്റ്, എന്തിനാണ് ട്രയൽ അലോട്ട്മെന്റ്, എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെന്റ് എന്നൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പോൾ മിക്കവാറും എൻ്റെ കുട്ടികളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. മക്കളെ, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയൽ മാത്രമാണ്. ഓക്കെ, നമ്മൾ ട്രയൽ റണ്ണൊക്കെ ചെയ്യില്ലേ, അതേപോലെ ഒരു ട്രയലാണ്. ഇതൊരിക്കലും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് അല്ല. എന്തിനാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകളുടെ പേരുകൾ കൊടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടിയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചേർത്തേണ്ട ചില കാര്യങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർത്താൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് റിസൾട്ട് കാണുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടി എന്ന് പറഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്ത് തന്നെയായാലും, കിട്ടി എന്ന് പറഞ്ഞാലും ശരി, കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ശരി മക്കളെ, ഇതൊരിക്കലും ഫൈനൽ അല്ല, ഇത് വെറും ട്രയൽ മാത്രമാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇന്ന സ്കൂളിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിറ്റേ ദിവസം തന്നെ ഓടിപ്പോയിട്ട് ആ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ ഓടിപ്പോവാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടില്ല. കാരണം ഈ വന്നിട്ടുള്ളത് ട്രയൽ അലോട്ട്മെന്റ് മാത്രമാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളിലും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല എന്നല്ല അതിനർത്ഥം. നിങ്ങൾ ആ കൊടുത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, സ്ട്രീമുകളിൽ മാറ്റം വരുത്താനുണ്ട്, സ്കൂളുകളിലോ എന്തെങ്കിലും ഓർഡർ വരുത്താനുണ്ട്, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ട് എന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടി എന്ന് വിചാരിച്ച് അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ അതേ സ്കൂളിൽ തന്നെ കിട്ടിയിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നാണ് വന്നതെങ്കിൽ ഒരിക്കലും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്കൂളിലും കിട്ടില്ല എന്നുമല്ല അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കുട്ടികൾ ഓർത്ത് വെക്കുക. ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, സ്കൂളുകളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, സ്ട്രീമുകളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഇൻഫോർമേഷൻസിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുക. മിക്കവാറും ഒരുപാട് ദിവസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം 1-2 ദിവസങ്ങൾ മാത്രമായിരിക്കും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? അതിനു മുന്നേ തന്നെ അതിനു വേണ്ടി കരുതിയിരിക്കുക. റിസൾട്ട് വന്ന ഉടനെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ട് മാറ്റം വരുത്തുക. വിത്തിൻ ഒരു 4 or 5 ഡേയ്സിന് ശേഷം മിക്കവാറും നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരേണ്ടതാണ്. അപ്പോൾ ആ റിസൾട്ട് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടുന്നത് ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഒന്നുകൊണ്ടും നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിൽ വരുന്ന സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യരുത്? ഓടിപ്പോയി പിറ്റേ ദിവസം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഓടിപ്പോകരുത് കേട്ടോ. കാരണം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ മിസ് ഓൾറെഡി പറഞ്ഞു, ഇത് വെറും ട്രയൽ മാത്രമാണ്. റെഡി ആണല്ലോ? അപ്പോൾ ഇതാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ജൂൺ 13-ാം തീയതിയാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സെറ്റായിട്ട് ഇരിക്കുക.